കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് എന്ന് ഇഡി തന്നെ പറഞ്ഞ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയെ ഇന്നും ഇഡി ചോദ്യം ചെയ്യുകയാണ്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് വിജേഷിന്റെ ചോദ്യം ചെയ്യൽ. ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഷീനയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ജിജീഷ്, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. അനു, ഇന്ന് വിജേഷ് പിള്ള അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ഇത് മൂന്നാം ദിവസമാണ് ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായിയായിട്ടുള്ള വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുന്നത്. അന്വേഷണ സംഘം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നത്. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായും OTT പ്ലാറ്റ്ഫോം വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഹൈറിച്ച് ഉടമകൾക്ക് 4.5 കോടി രൂപയ്ക്ക് വിജേഷ് പിള്ള തന്റെ OTT പ്ലാറ്റ്ഫോം വിൽപ്പന നടത്തിയിരുന്നു. എന്നാൽ വിജേഷ് ഇതിനു മുമ്പും നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് വിജേഷ് പിള്ളയുടെ. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരൻ എന്ന രൂപത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴായിരുന്നു വിജേഷ് പിള്ള വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നത്. അതേ വിജേഷ് പിള്ള തന്നെയാണ് ഹൈറിച്ച് പോലൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമായി മാറുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത്. കാരണം നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി സ്വപ്നയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയും സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടിയും വിജേഷ് പിള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന ആരോപണം സ്വപ്ന തന്നെയായിരുന്നു ഉയർത്തിയിരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇടനിലക്കാരനായി താൻ വരുന്നത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വപ്ന സുരേഷുമായുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. താനുമായി തന്നെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ബംഗളൂരുവിൽ വെച്ച് വിജേഷ് പിള്ള നടത്തിയിരുന്നു. മാത്രമല്ല ഈ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാക്കാനും ശ്രമിച്ചു. 100 കോടിയോളം രൂപ OTT പ്ലാറ്റ്ഫോമിലെ വെബ് സീരീസിന്റെ ഭാഗമായി നിന്നാൽ ലഭിക്കുമെന്നും അതിലെ 30% കമ്മീഷൻ നിങ്ങൾക്കുള്ളതാണ് എന്ന വാഗ്ദാനവും വിജേഷ് പിള്ള നൽകിയിരുന്നു എന്നും വ്യക്തമാക്കി. ഇതേ സമാനമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു OTT പ്ലാറ്റ്ഫോമാണ് ഈ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളായ പ്രതാപനും KD പ്രതാപനും ഒപ്പം തന്നെ ശ്രീനയ്ക്കും നൽകിക്കൊണ്ട് 4.5 കോടി രൂപ കൈക്കലാക്കിയിരിക്കുന്നത്. ഈ പണം തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയതാണ് എന്നത് തനിക്ക് അറിയില്ല എന്ന് ഇന്നലെ നമ്മളോട് പ്രതികരിച്ച സമയത്ത് വിജേഷ് പിള്ള വ്യക്തമാക്കിയിരുന്നു. അത് നിക്ഷേപ തട്ടിപ്പിലൂടെ ലഭിച്ച പണമാണോ എന്നറിയില്ല. എന്നാൽ താൻ നൽകിയിട്ടുള്ള OTT പ്ലാറ്റ്ഫോമിന്റെ തുക അല്ലെങ്കിൽ അതിന്റെ വില എന്ന നിലക്കാണ് 4.5 കോടി രൂപ കൈപ്പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കൈമാറിയിട്ടുണ്ട്. മുമ്പ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് തുടങ്ങിയ വിശദീകരണങ്ങളായിരുന്നു വിജേഷ് പിള്ള നൽകിയിരുന്നത്. മാത്രമല്ല വിജേഷ് പിള്ളയ്ക്കെതിരെ ഉയർന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ OTT പ്ലാറ്റ്ഫോമിൽ കൃത്രിമം നടത്തി ഏതാണ്ട് 12 ലക്ഷത്തോളം വ്യൂവേഴ്സ് ഉണ്ട് എന്ന് വരുത്തി തീർത്ത ശേഷമായിരുന്നു ഇടപാടുകാരെ സമീപിച്ചിരുന്നത്. എന്നാൽ 10,000 ആളുകൾ പോലും പലപ്പോഴും ഈ OTT പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും കണ്ടന്റ് കണ്ടതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സൈബർ ഫോറൻസിക് പരിശോധനയിൽ അടക്കം 10,000-ൽ താഴെ ആളുകൾ മാത്രം കണ്ട കണ്ടന്റുകൾക്ക് പോലും 12 ലക്ഷത്തിലധികം ആളുകൾ വ്യൂവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ തുക ആളുകളിൽ നിന്ന് ഈടാക്കാൻ വിജേഷ് പിള്ള ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വിജേഷ് പിള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ. മാത്രമല്ല പ്രതാപനെയും അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചപ്പോൾ കലൂർ PMLA കോടതിയെ സമീപിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് അന്വേഷണവുമായി സഹകരിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയായിരുന്നു കോടതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ രാത്രി വൈകി വരെ നീളുന്ന ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്നാൽ ഇന്ന് പ്രതാപന്റെ ഭാര്യ ശ്രീന ഹാജരാകില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീന ഹാജരായിരുന്നു, പ്രതാപനൊപ്പമായിരുന്നു ഹാജരായിരുന്നത്. അതിനുശേഷം ഇന്നലെ പ്രതാപനും ഒപ്പം തന്നെ വിജേഷ് പിള്ളയും ഒപ്പം ഇരുത്തി അടക്കമുള്ള ചോദ്യം ചെയ്യലുകൾ അന്വേഷണ സംഘം നടത്തി. ശ്രീന ശാരീരിക പ്രശ്നങ്ങൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, അസ്വസ്ഥതകൾ മൂലമെന്ന ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്ന് ശ്രീന ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം നേരിട്ട് തന്നെ എത്തി അന്വേഷണ സംഘത്തെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രതാപന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ വിജേഷ് പിള്ളയുടെയും ചോദ്യം ചെയ്യൽ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കളിലേക്കും ഇവർക്ക് കൃത്യമായി തന്നെ സംരക്ഷണം നൽകിയ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശരി ജിജീഷ്.